മനുഷ്യമാംസ ഭക്ഷണം എന്ന് പറഞ്ഞാൽ ബൈബിളിലെ ഒരു അടാർ ഐറ്റമാണ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത് ക്രിസ്തുവിനെ കൊന്നു. എന്നിട്ട് ക്രിസ്തു എന്നാ പറയുന്നത്? യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം വായിച്ചു നോക്കുക, മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം വായിച്ചു നോക്കുക. ക്രിസ്തു പറയുന്നത്, ഇതെന്റെ ശരീരമാണ്, നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുവിൻ, ഇതെന്റെ രക്തമാണ്, നിങ്ങൾ വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ വിശ്വസിക്കുന്ന, നിങ്ങൾ ആരാധിക്കുന്ന ഒരു മനുഷ്യന്റെ സ്വന്തം പച്ച മാംസം എടുത്ത് രക്തത്തിൽ മുക്കി വായി കൊണ്ടുവച്ച് നിങ്ങൾ തിന്നുവോ? ഇന്ന് ഭൂരിഭാഗം ക്രിസ്ത്യാനികളും ചെയ്യുന്ന പരിപാടിയാണ്. തിന്നുവോ? കാരണം നിങ്ങൾ മനുഷ്യരാണ്. ക്രിസ്ത്യാനികൾ ചെയ്യും, അതാണ് പ്രശ്നം. ഒരു മനുഷ്യൻ ക്രിസ്ത്യാനിയാകുന്നത് മനുഷ്യനാകുന്നത് രണ്ടാണ്. എല്ലാ കുർബാനകളിലും ചെയ്യുന്നത് ഇതാണ്. വിശ്വാസങ്ങൾ തമ്മിൽ വ്യത്യാസപ്പെടും. ക്രിസ്തുവിന്റെ പച്ച മാംസം പച്ച രക്തത്തിൽ മുക്കിയിട്ട് ഒരു പുരോഹിതൻ ഇങ്ങനെ ആശീർവദിക്കുന്നത് രക്തമാകട്ടെ മാംസമാകട്ടെ. എന്നിട്ട് നിങ്ങൾ യുക്കാരിസ്റ്റിക് മിറക്കിൾ ഇപ്പൊ സെർച്ച് നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും, ഈ ഇങ്ങനെ പോയ സാധനം ഒറിജിനൽ മനുഷ്യമാംസമായി എന്ന്. അത് അത്ഭുതം. അപ്പൊ മനുഷ്യമാംസം തിന്നുന്നതാണ് വലിയ കാര്യമായിട്ട് നടക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്ക്. അങ്ങനെ ക്രിസ്തുവിന്റെ മാംസം. അതുപോലെ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ക്രിസ്തു പറയുന്നുണ്ട്, ഇത് ഈ മനുഷ്യൻ ഇതെന്റെ മാംസമാണ്. അപ്പൊ യഹൂദർ തന്നെ ചോദിക്കുന്നുണ്ട്, ഇവന്റെ മാംസമാണ്, ഇതെങ്ങനെ തിന്നാൻ പറ്റും? അപ്പൊ ക്രിസ്തു പറയുന്നുണ്ട്, അത് അങ്ങനെയല്ല, മാംസം ഭക്ഷിക്കണം, മനുഷ്യന്റെ മാംസം ഭക്ഷിക്കണം, ഇതെന്റെ മാംസമാണ്, ഇത് തിന്നാൽ മാത്രമേ നിങ്ങൾ സ്വർഗത്തിൽ പോകുള്ളൂ എന്ന് പറയുന്നുണ്ട്. ഈ ഒരു ദൈവമാണ് ഇവരുടെ ദൈവം, മനുഷ്യന്റെ മാംസം ഭക്ഷിക്കാൻ പറയുന്ന ദൈവം. അത് കൃത്യമായിട്ട് ഇന്നും ആചരിക്കുന്ന ക്രിസ്ത്യാനികൾ. എന്തുകൊണ്ടാണ്? ക്രിസ്ത്യാനികൾ പാവങ്ങളാണ്. ഞാൻ ക്രിസ്ത്യാനികളെ ആരെയും കുറ്റം പറയുന്നില്ല. ഞാൻ ക്രിസ്തു മതത്തെയാണ്, ക്രിസ്ത്യാനിറ്റിയാണ് കുറ്റം പറയുന്നത്. ഈ ആശയം ജനിക്കുമ്പോഴേ കൊച്ചിന്റെ മനസ്സിലേക്ക് അടിച്ചു കയറ്റിയിട്ട് മനുഷ്യ മാംസം ഭക്ഷിക്കാൻ 10-ാം വയസ്സിൽ അവനെ പ്രാപ്തനാക്കുകയും ഞാൻ ഇങ്ങനെ എന്ത് പറഞ്ഞാലും കുടം കമിഴ്ത്തി വെക്കുന്ന അവസ്ഥ അവന്റെ മനസ്സിലുണ്ടാക്കുകയും ചെയ്യുന്ന ഈ മതത്തെയാണ്, ഈ മതപ്രചാരകരെയാണ്. അദ്ദേഹത്തെ അല്ല കുറ്റം പറയുന്നത്. അദ്ദേഹം പ്രചരിപ്പിക്കുന്ന ആശയത്തെയാണ് കുറ്റം പറയുന്നത്. ഒരിക്കലും അദ്ദേഹത്തെയാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്.